ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇക്വേഷൻ വഴി എങ്ങനെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ax² പ്ലസ് bx പ്ലസ് സി എന്നുള്ളതാണല്ലോ. അപ്പോൾ ax² പ്ലസ് bx പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a ആണ്. ഇതാണെന്ത് ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. രണ്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതായത് ഡിഗ്രി 2 ആകുമ്പോൾ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? 2 സൊല്യൂഷൻസ് ഉണ്ടാവും. ആ 2 സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇക്വേഷൻ വഴി കിട്ടുന്നത്. ഈ b² മൈനസ് 4ac വാല്യൂ മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് പോസിറ്റീവ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിന് 2 സൊല്യൂഷൻസ് ഉണ്ടാവും. 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അൺഈക്വൽ ആയിരിക്കും, അൺഈക്വൽ സൊല്യൂഷൻസ്. ഇനി b² മൈനസ് 4ac വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ എന്താ, 2 ഈക്വൽ സൊല്യൂഷൻസ്. ആ 2 സൊല്യൂഷൻസ് ഉണ്ടാവും, അത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 2 ഈക്വൽ സൊല്യൂഷൻസ്. ദെൻ b² മൈനസ് 4ac വാല്യൂ ലെസ് ദാൻ 0 ആണ് വരുന്നെങ്കിൽ എന്തില്ല, റിയൽ സൊല്യൂഷൻ ഇല്ല. നമുക്ക് വലിയ ക്ലാസ്സിൽ വരുമ്പോൾ ഇമാജിനറി സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ എന്ത്, b² മൈനസ് 4ac വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ റിയൽ സൊല്യൂഷൻസ് ഇല്ല, ബട്ട് എന്തുണ്ടാവും, ഇമാജിനറി സൊല്യൂഷൻസ് ഉണ്ടാവും. എക്സാമ്പിൾ നോക്കാം. x² മൈനസ് 3x മൈനസ് 10 ഇസ് ഈക്വൽ ടു 0 ആണെന്ത്, നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ നമ്മൾ ax² പ്ലസ് ax² പ്ലസ് bx പ്ലസ് സി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എത്രയാണ്, 1. ബിയുടെ വാല്യൂ എത്രയാണ്, -3. സിയുടെ വാല്യൂ എത്രയാണ്, -10. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ ഫോമുല എങ്ങനെയാണ്, എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഫസ്റ്റ് നമുക്ക് b² മൈനസ് 4ac കണ്ടുപിടിച്ച് നോക്കാം. b² മൈനസ് 4ac വാല്യൂ എത്രയാണ് നോക്കാം. b² മൈനസ് 4ac ഈസ് ഈക്വൽ ടു, ബി എത്രയാണ്, -3 ആണ്. അപ്പോൾ -3² മൈനസ് 4ac, 4 ഇൻറ്റു 1 ഇൻറ്റു -10. -3² is 9 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 10 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 49. അപ്പോൾ b² മൈനസ് 4ac വാല്യൂ എന്താ, നമുക്കൊരു പോസിറ്റീവ് നമ്പർ ആവുന്നത്, അതിനെന്തുണ്ടാവും, 2 അൺഈക്വൽ സൊല്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ അൺഈക്വൽ സൊല്യൂഷൻസിനെ കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു -b എന്താണ്, മൈനസ് ഓഫ് -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ബൈ 2a. യുടെ വാല്യൂ 1 is equal to minus into minus plus 3 plus or minus root 49. Root 49 is equal to 7 by 2. That is equal to 3 plus or minus 7 by 2 എന്നാണ് എക്സിൻ്റെ വാല്യൂ വന്നത്. അപ്പോൾ അതുണ്ടായി 2 സൊല്യൂഷൻസ്. എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു 3 plus 7 by 2 or x is equal to 3 minus 7 by 2 is equal to 3 plus 7 is 10. 10 by 2. 10 by 2 is equal to 5, or x is equal to 3 minus 7 minus 4. Minus 4 by 2 is equal to -2. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം, 5 ആൻഡ് -2. എക്സാമ്പിൾ നോക്കാം. 2x² പ്ലസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. 2x² പ്ലസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതുപോലെ നമുക്ക് എയുടെ വാല്യൂ എഴുതാം. എ ഇസ് ഈക്വൽ ടു 2 ആണ്, ബി ഇസ് ഈക്വൽ ടു 1 ആണ്, സി ഇസ് ഈക്വൽ ടു -6 ആണ്. b² - 4ac എഴുതിക്കേ. b² - 4ac is equal to
1 square minus 4 into 2 into minus 6. 1 minus into minus plus 4 into 2 8 into 6 48. 6 8s are 48 is equal to 49. Then b square x is equal to minus b plus or minus root of b square minus 4ac by 2a ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ബി മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 ബൈ 2 ഇൻറ്റു 2. എയുടെ വാല്യൂ ഇവിടെ എന്താണ്? 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 49ൻ്റെ റൂട്ട് 7 ബൈ 2 ഇൻറ്റു 2 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂസ് വരും. എക്സ് ഇസ് ഈക്വൽ ടു minus 1 plus 7 by 4 or x is equal to minus 1 minus 7 by 4. That is equal to minus 1 plus 7 6 by 4 is equal to cut ചെയ്യുമ്പം 3 2s are 6 2 2s are 4 3 by 2 and x is equal to minus 1 minus 7 minus 8 by 4 is equal to minus 2. രണ്ട് സൊല്യൂഷൻസ് 3 by 2 and minus 2.